എന്റെ കണ്ണ് അങ്ങനെ ഒരു മയങ്ങിയ കണ്ണ. എല്ലാരും പറയും ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഉറക്കം വരുന്നു. മായക്കണ്ണെന്ന് പറയുന്നത് മായക്കണ്ണായിരിക്കും. മായക്കണ്ണെന്ന് അങ്ങനൊന്നും ഇല്ല, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ നമ്മുടെ ഈ പല സീരിയൽ താരങ്ങളുടെയും ചില ആൾക്കാർ കുറച്ചൊരു 10% ആൾക്കാർ ഒരു വിചാരം എന്ന് പറയുന്നത് ഒരു സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ ഹിറ്റായി കഴിഞ്ഞാൽ അപ്പോഴേ അവർ സ്റ്റാറുകളാണെന്നാണ് കുറേ വിചാരം. ഞാൻ മിനി സ്ക്രീനിൽ തന്നെയാണ് എടുക്കുന്നത്, കേട്ടോണ്ടിരിക്കുന്നവർ കുറ്റം പറയാനും കുഴപ്പമില്ല. പക്ഷേ 20 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. നാടകത്തിലൂടെ വന്നു, സീരിയലിലൂടെ വരുന്നു. ആ കാണിക്കുന്ന 10% ആൾക്കാരോട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്തോ ചേച്ചി പറയാനുള്ളത്? എനിക്ക് അങ്ങനെ ജാട കാണിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. ഞാൻ 10-20 വർഷമായി ഞാൻ ലാലേട്ടനോട് ഒരു സിനിമ അഭിനയിച്ചാൽ എനിക്ക് ഒരു ജാടയും ഞാൻ ഇന്നുവരെ കാണിച്ചിട്ടില്ല, ഒട്ടും കാണിക്കത്തുമില്ല. ഞാനിങ്ങനെ സാധാരണപ്പെട്ട ആയിട്ട് നടക്കുമ്പോൾ ആ സീരിയൽ നടി സിനിമയോട് കൊണ്ട് ഞാൻ നടന്നും പോവായിട്ടേ കൂടെ എല്ലാവരോടും ചിരിക്കുകയും സംസാരിക്കും. എന്തിനാണ് ജാട കാണിക്കുന്നത്? എന്റെ ആവശ്യം എന്തോ? നമ്മളെ ജോലി ചെയ്യുമ്പോൾ ജോലി ചെയ്യുന്നു, അല്ലാത്തപ്പോ നമ്മള് സാധാ ആള് തന്നെ. നമ്മൾ മനുഷ്യരല്ലേ, എന്തിനാ ജാട കാണിക്കുന്നത്? എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. ഏതെങ്കിലും ഒരു സീരീസ് പർട്ടിക്കുലർ സീരീസ് ഒക്കെ വന്നിട്ട് അതൊക്കെ ചിലപ്പോൾ വൈറലായി കഴിഞ്ഞാൽ, ഇപ്പം ഏഷ്യാനെറ്റിൽ തന്നെ ഒരു സീരിയൽ വൈറലായതിനു ശേഷം അവരോടൊക്കെ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ ചിലവരോട് ഇഷ്ടമാണ് ഇന്റർവ്യൂ തരുന്നത്. പക്ഷേ നമ്മൾ എടുക്കുന്ന ഇന്റർവ്യൂസ് അവരെ കൂടെ കുറച്ചും കൂടെ ഹൈപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ എടുക്കുന്നത്. എനിക്ക് ചേച്ചിയുടെ കുറച്ച് ഇന്റർവ്യൂസ് മാത്രം ഇപ്പൊ കല്യാണമായിട്ടുള്ള വന്നിട്ടുള്ളത്, മകനുമായിട്ടുള്ളത്. അപ്പൊ അവരുടെ ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ അവർ ഭയങ്കര ഡിമാൻഡ്സ് ആണ് വയ്ക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ചേച്ചി വിളിച്ചപ്പോൾ തന്നെ ഓക്കെ പറഞ്ഞു. അങ്ങനെ ഡിമാൻഡ്സ് വയ്ക്കാൻ പാടുണ്ടോ ചോദിച്ചു? ഒരിക്കലും പാടില്ല. നമ്മളെ ഇപ്പൊ വഴിയെ പോകുന്ന ഒരാളെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യാൻ വിളിക്കുന്നില്ലല്ലോ, ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഉണ്ടായിട്ടായിരിക്കും നമ്മളെ ഇന്റർവ്യൂ വിളിക്കുക. അപ്പൊ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ ഏകദേശമായിട്ടും പറയാമായിരുന്നു, നമ്മളെ വഴിയെ നമ്മള് ആൾക്കാർ ഇങ്ങനെ ചേച്ചി ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോ ചിലത് അതെ എവിടെ എടുക്കും എന്ന് പറയും. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഫോട്ടോ എടുക്കണം. വഴിയെ നടക്കുന്ന ആരുടെയും കൂടെ അവർ സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ സെൽഫി എടുക്കാൻ ആഗ്രഹിക്കുന്നു? ചേച്ചി ആർട്ടിസ്റ്റ് അല്ല, ഞാൻ സെൽഫി എടുത്തിട്ടോ ചേച്ചി എന്റെ ചെപ്പൊക്കെ അടിക്കുക, പിന്നെ അതെ അതെ. അപ്പൊ പിന്നെ നമ്മൾ അത് ആർട്ടിസ്റ്റുകൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. അത് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ നമ്മളോടൊപ്പം നിന്നൊരു ഫോട്ടോ എടുക്കാൻ. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ആര് പറഞ്ഞാലും ഫോട്ടോ എടുക്കാൻ നിന്ന് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്യാറുണ്ട്. ഞാൻ എവിടെ പോയാലും മാർക്കറ്റിൽ നിന്നാലും ഷോപ്പിൽ ചെന്നാൽ ആരും അപ്പൊ ചേച്ചി ഒരു സെൽഫി ഞാൻ അപ്പൊ തന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ ഫോട്ടോ എടുക്കും. എനിക്കത് ഭയങ്കര അഭിമാനമാണ് അതില്. ചേച്ചിയുടെ ഒന്ന് രണ്ട് എന്റെ ഓർമ്മയിലാണ് ശരിയാണെങ്കിൽ സീരിയൽസിലാണെന്ന് തോന്നുന്നു ഈ കൈലിമുണ്ടും രാത്രി മഴ. അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. 1-2 സീക്വൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും ഹിറ്റായ സീരിയലായിരുന്നു. 600 എപ്പിസോഡ് ചെയ്തു. കള്ളുകാർത്തിയാനി ക്യാരക്ടറിന്റെ പേര്. ഭയങ്കര നല്ല ക്യാരക്ടറായിരുന്നു. എനിക്ക് അതുപോലെ ഒരു ക്യാരക്ടർ ഇതുവരെ പിന്നെ കിട്ടിയിട്ടില്ല. 600 എപ്പിസോഡ്സ് എക്സ്പീരിയൻസ് പറയാം. കാര്യം ആ ഒരു വേഷം എന്ന് പറയുന്നത് അന്ന കാലത്ത് ഓക്കെയാണ്. പക്ഷെ ഇന്ന് കാലത്ത് അത് കാണുമ്പോഴത്തേക്കും അത് വേറെ സംസാരങ്ങളിലേക്ക് പോകും, ട്രോള് വരും, വേറെ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ അങ്ങനെ അന്നത്തെ ആ ഒരു സീരിയൽ ഇപ്പൊ ആരെങ്കിലും ഒക്കെ ട്രോൾ ചെയ്യാറുണ്ടോ? രാത്രി മഴയൊക്കെ എടുത്തിട്ടുള്ളൂ. നല്ലേന്നും പറഞ്ഞൊരു സിനിമ ചെയ്തു. അതിലും കൈലിയും ബ്ലൗസും തോർത്തു എനിക്ക്. അതും ഭയങ്കര ഹിറ്റായി. മണിച്ചേട്ടന്റെ പടമായിരുന്നു. നല്ല രസം. പക്ഷെ എനിക്ക് കഴിയും ദിവസം ചേരും എന്ന് പറഞ്ഞാണോ എന്താ എനിക്കറിയത്തില്ല. അങ്ങനെ 1-2 ഇതിലെനിക്ക് ആ കോസ്റ്റ്യൂം തന്നിട്ടുണ്ട്. കൈലിയും ബ്ലൗസും തന്നതിന് ശേഷം തോർത്ത് യൂസ് ചെയ്യാതെ സ്ക്രീനിന്റെ ക്യാമറയുടെ ഫ്രണ്ടില് വരാൻ ചോദിച്ചോട് ആവശ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും സീൻ? നന്മയില് എനിക്ക് താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു. എങ്കിൽ പോലും നന്മയില് അവര് തോർത്തിട്ടോളാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ആറ്റില് ഇന്ദ്രൻ ചേട്ടൻ ഇങ്ങനെ ആറ്റുഭാഗത്തോട് ഇങ്ങനെ പോണതാ. പുള്ളി പൈസ പലിശക്ക് കൊടുക്കുന്നത് മേടിക്കാൻ വരുന്ന എന്നെ പെരുക്കി വരിക. വീട്ടിൽ ചിലപ്പോ കണ്ടില്ല. അപ്പൊ ഞാൻ തുണി കഴുകിക്കൊണ്ടിരിക്കുക. അപ്പൊ എല്ലാം സെറ്റ് ചെയ്ത് ക്യാമറ അങ്ങ് അക്കരെ വരവായിരിക്കണത്. അപ്പൊ ഞാൻ തോർത്ത് നോക്കിയിട്ടിട്ട് ഞാൻ മനുമേന് തുണി അങ്ങോട്ട് കഴുകിയപ്പോ ആക്ഷൻ എന്ന് പറയുന്നതല്ല എന്റെ അടുത്ത് നിന്നാള് തോർത്ത് വലിച്ചോണ്ട് പോയി. പറഞ്ഞു വെച്ചിരുന്നാണ് അതായിരിക്കും. തോർത്തങ്ങ് വലിച്ചു. എനിക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അതിന്റെ ജോലി തന്നെ അങ്ങ് തുടർന്നു. നോക്കി അപ്പത്തേന് ഒന്നും പറയാൻ എനിക്ക് പറ്റിയില്ല. തോർത്തുകൊണ്ട് അവരൊന്നും പോയി എന്നുള്ള. പക്ഷെ എനിക്ക് അഭിനയിക്കാനും പറ്റത്തില്ല. ഡയറക്ടർമാരെ മുന്നേ ഇരിക്കുന്ന ക്യാമറ എല്ലാം ആക്ഷൻ വെച്ചു. ഞാൻ അവിടെ അങ്ങ് അഭിനയിച്ചു കഴിഞ്ഞപ്പോ എന്റെ ദൂരെയാണ് ക്യാമറ ഇരുന്നേ. അപ്പൊ ലോങ് ഷോട്ട് അല്ലേ, അപ്പൊ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പൊ കുഴപ്പമില്ല, ഞാൻ അങ്ങ് വിട്ടു. പക്ഷെ സിനിമ റിലീസായപ്പോ ആ സ്ക്രീനിനകത്ത് ഫുള്ള് ഞാനായിരുന്നു നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം തോർത്തില്ല. ഈ ബ്ലൗസ് ഇങ്ങനെ വെട്ടി തുറന്ന ബ്ലൗസ് എന്നിട്ട് തുണി കഴുകിക്കൊണ്ട് നിൽക്കുന്നു.
പക്ഷെ നല്ല ചേച്ചി ഞാൻ അതല്ല ചേച്ചി അങ്ങനെ എടുക്കുമ്പോൾ അതല്ലേ നേരത്തെ പറയാതാണ് ചേച്ചിയോട് എടുക്കുന്നത്. ചേച്ചി എന്നോട് ചോദിക്കാൻ എന്ത് തോന്നിയ ദിവസമാണ് കാണിക്കും അന്നേരം എനിക്ക് അന്നേരം ഞാൻ പ്രതികരിച്ചൊന്നുമില്ല. കാരണം ഞാനൊരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ അത് ചെയ്യാൻ ബാധ്യസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മളല്ലെങ്കിൽ അഭിനയിക്കാൻ ഇറങ്ങരുത്. ചിലപ്പോ നമ്മള് അങ്ങനെ പറഞ്ഞിട്ടും ചെയ്യില്ലെന്ന് പറഞ്ഞിട്ടാണ് തോർത്ത് മാറ്റേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു ഇല്ല മാറ്റുമ്പോൾ ബുദ്ധിമുട്ട് വരണം. ഞാൻ പറയാം എന്നാലും അത് വേണ്ട തോർത്ത് അന്ന് ശരി വേണ്ട എന്ന് പറഞ്ഞ് അവരെ ഈസിയായിട്ട് വിട്ട സംഭവമാണത്. പക്ഷെ പിന്നീട് സിനിമ വന്നപ്പോ അത് വലിയ വൃത്തിയായിട്ടൊന്നും തോന്നിയില്ല. രസമായിരുന്നു അത് ക്ലോസിലാണ് സംഭവം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നിയില്ല. തിയേറ്ററിൽ അടുത്ത് അറിയാത്ത ആൾക്കാരൊക്കെ ഇരിക്കുമല്ലോ, ചെറുപ്പക്കാരൊക്കെ കാണുമല്ലോ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ? കേട്ടോ ചെവിയിൽ എന്തെങ്കിലും ഡയലോഗ്സോ കൗണ്ടറോ കേട്ടോ കമന്റ്സോ കേട്ടോ? അവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിലായിരുന്നു അത് സംഭവം. ഇഷ്ടപ്പെട്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ടാവുന്നൊന്നും പറയാനും പോയില്ല. ഇപ്പൊ ചേച്ചി നമ്മള് ബിഹൈൻഡ് ദ ക്യാമറ ഞാൻ ഈ ഹേമ കമ്മീഷനെ കുറിച്ച് ചോദിച്ചു. ചേച്ചി പറഞ്ഞു അന്നേരം സ്പോട്ടില് പ്രതികരിക്കാൻ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ ഇപ്പൊ തോർത്തെടുത്തോണ്ടായപ്പോൾ ചേച്ചിക്ക് സ്പോട്ടിൽ പ്രതികരിക്കായിരുന്നു. അതല്ല, തോർത്തെടുത്തോണ്ട് പോയി നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമില്ല. കാരണം വെച്ചാൽ നമ്മള് ക്യാരക്ടർ നമ്മൾ അഭിനയിക്കുകയാണ് അവിടെ. അതിനകത്ത് നമ്മള് മാനസികമായിട്ട് വേറെ രീതിയിൽ അവരൊന്നും പീഡിപ്പിക്കോ അല്ല വേറെ സംഭവങ്ങളൊന്നും അല്ല ഉണ്ടായത്. അത് ക്യാരക്ടറിന്റെ മേന്മയ്ക്ക് വേണ്ടി അവരെടുത്ത് മാറ്റിയെന്നേ ഉള്ളൂ. അത് ഞാൻ മനസ്സിലാക്കി. പക്ഷെ ഇപ്പം ഈ ഒരു വന്ന ഒരു കമ്മീഷനെ കുറിച്ച് ചേച്ചിക്ക് അയ്യോ എനിക്ക് പ്രതികരിക്കുന്ന ഒരാളാണെന്ന് അറിയാം. ഹേമ കമ്മീഷൻ ഇപ്പൊ ഈ പൊക്കിയെടുത്തോണ്ട് വന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല. കാരണം വെച്ചാൽ നമുക്കിപ്പോ ഒരു വർക്കിന് ചെന്നു, ഒരു സ്ഥലത്ത് ചെന്നു, നമ്മളോട് അവർ ഏത് രീതിയിൽ സമയം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് നിന്ന് കൊടുക്കുക. ഇല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവുക. അല്ലാതെ അവിടെ നിന്ന് കൊടുത്തിട്ട് ചാഞ്ഞ് നിന്നിട്ട് പിന്നീട് വന്ന് പരാതി കൊടുത്തിട്ട് ഒരു കാര്യമില്ല. ഒരാളും ബലാത്കാരമായിട്ട് ഒരു ആർട്ടിസ്റ്റോ ഒരു ഡയറക്ടറോ ഒരു ക്യാമറാമാനോ ഒരു പ്രൊഡ്യൂസറോ ബലാത്കാരമായിട്ട് ഒന്നും ചെയ്യില്ല. അവരുടെ കൂടെ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ അവരെന്നകത്ത് വീഴത്തുള്ളൂ. അല്ലെങ്കിൽ അവർ ന്യൂട്രലിലെ എക്സിക്യൂട്ടീവിനകത്തൊക്കെ ചോദിപ്പിക്കും. അത് എങ്ങനെയാണ് പറ്റുമോ ഇങ്ങനെയൊക്കെ ചോദിക്കും, കാണാൻ പറ്റുമെന്നൊക്കെ. ആളുടെ ക്യാരക്ടർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ പറയും ഇവിടെ നടക്കില്ല, വെറുതെ വഴക്കുണ്ടാക്കാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അവർ ഒഴിഞ്ഞു പോകും. നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിക്കുകയാണ്. അതാണ് ബലാത്കാരമായിട്ട് ചെയ്യുന്നതാണ്. അതിനവര് നമ്മളതിന് ആക്ഷൻ എടുക്കണം. ഇതിപ്പോ അവര് നിന്നിട്ട് അവർ സമ്മതിച്ച് അവർക്ക് വർക്കിന് വേണ്ടി കാര്യം സാധിക്കാൻ വേണ്ടി അവർ നിന്ന് കൊടുത്തിട്ട് പിന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് വല്ല കാര്യമില്ല. വർഷം 10 10-12 വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ പൊക്കിയെടുത്ത് വന്നിരിക്കുക. ഞാൻ ശരിക്കും ഒരു കാര്യം പറയട്ടെ, ഈ സിനിമ സീരിയൽ മേഖലയിൽ മാത്രമല്ല ഏറ്റവും കൂടുതൽ നടക്കുന്ന പുറത്താണ്. ഇവിടെ നടക്കുന്ന ഈ സെലിബ്രിറ്റികൾ അതുകൊണ്ട് കേൾക്കാൻ ആൾക്കാർക്ക് കുറച്ച് ഇഷ്ടം. കാരണം ഇവരെ പറ്റി പറയാം. ഈ പുറത്തിരിക്കുന്ന ഓഫീസിൽ ജോലി ചെയ്യുന്നവരൊക്കെ എന്തെല്ലാം പ്രശ്നമുണ്ടെന്നറിയാമോ? ഓഫീസിൽ നടക്കുന്നുണ്ടെല്ലാം വീടുകളിൽ എന്തെല്ലാം നടക്കുന്നു. പക്ഷേ ഇത് കേൾക്കാനോ പറയാനോ ആർക്കും ആഗ്രഹമില്ല. കാരണം ഇവരെയൊന്നും ആർക്കും അറിയില്ല. നമ്മളെയൊക്കെ ഈ ആർട്ടിസ്റ്റിനെ അറിയുന്നോണ്ടല്ലേ ഇത് കേൾക്കുമ്പോഴും 10 ജനങ്ങൾ അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്ടമാണ് ആൾക്കാർക്ക്. ഇത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കും. ഇതിനൊന്നും ഒരു ആവശ്യവുമില്ല. എന്റെ അഭിപ്രായം ചേച്ചി അതല്ല. ഇപ്പം ഞാൻ ഇന്നലെ ഒരു സ്റ്റോറിയിൽ ഞാൻ കണ്ടതാണ്. സണ്ണി ലിയോണി പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തിക്കുന്ന സിനിമ നടിയാണ്. അവരൊരു പോസ്റ്റ് ഇട്ട കറക്റ്റ് പെർഫെക്റ്റ് ആണ്. അവർ ഇട്ടിരിക്കുന്നത് ആ സമയത്ത് നോ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകാനുള്ള മര്യാദ കാണിക്കുക. അല്ലാതെ ആ സമയം നടന്നത് ഇപ്പൊ വിളിച്ചു പറഞ്ഞാൽ എന്താണ് ന്യായം? സ്ത്രീയാണ്. അങ്ങനെ തന്നെയാണ്. അന്നേരം നോ പറയണമായിരുന്നു. ഇപ്പൊ നമ്മളെടുത്ത് ഒരാളൊരു കാര്യം പറയുമ്പോൾ അപ്പൊ തന്നെ നോ പറയണം. എനിക്ക് താല്പര്യമില്ല. ഇനി ചാഞ്ഞ് നിന്നിട്ട് വർക്കിന് നിന്ന് എല്ലാ കാര്യവും കഴിഞ്ഞു പിന്നെ ഇപ്പൊ പൊക്കി പിടിച്ച് നടക്കുന്ന എന്തിനാണ്? എനിക്കതൊന്നും ഒരു